തന്നെ വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധമായ കർത്താവേ, അങ്ങയുടെ തിരുവിൽ വചനമായിട്ട് നിൽക്കുവാൻ തന്നെ വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, വചനം പറയുമ്പോൾ അങ്ങയെ ആശ്രയിച്ചുകൊണ്ട് പറയുവാൻ, അങ്ങയുടെ സാന്നിധ്യം മറവിൽ പറയുവാൻ കർത്താവെ ഒരു വാക്ക് പോലും അങ്ങ് ആഗ്രഹിക്കുന്നതിനും കൂടുതൽ പറയുവാൻ ഇടയാകാതെ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോട് എന്താ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവർക്കും പറയുന്ന അടിയങ്ങൾ ഒരുപോലെ പ്രയോജനമുള്ളതാകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ചെയ്യുന്ന പൊന്നീശ്വരന്റെ പാതകളിലോട്ട് പൊന്നീശ്വരന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രചാരങ്ങളെ കേൾക്കണമേ. ആമേൻ. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഫലകരമായ വാർദ്ധക്യം അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ ഓൾഡ് ഏജ്. അതിന് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തു. ഇന്നത്തെ വേദഭാഗം നമുക്കൊന്ന് നോക്കാം. യോശുവ 14 അധ്യായം 1 മുതൽ 15 വരെയും തീത്തോസ് 2 അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിൽ ഈ വിഷയമായിട്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് യോശുവ 14 അധ്യായം 11 വാക്യം വായിക്കാം. മോശ എന്നെ അയച്ച നാളിനെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ഇവിടെ ഈ വാക്യത്തിലാണെങ്കിൽ ഇത് ആര് പറയുന്നു എന്ന് നമുക്കിവിടെ അറിയാം. വചനം വായിച്ചപ്പോഴേ കാലേബ് പറയുന്നു. കാലേബ് എവിടേക്ക് അയച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്? യോശുവയോട് പറയുന്നത് കനാനിലേക്ക് ദേശം ഒറ്റുനോക്കുവാൻ അയച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇനിയും സംഖ്യാപുസ്തകം 13 അധ്യായം 2 വാക്യം ഒന്ന് എടുക്കാം. യഹോവ മോശയോട് പറയുകയാണ്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുക്കാനിരിക്കുന്ന കനാൻ ദേശം നോക്കുവാൻ ആളെ അയക്കാം. അതായത് ഇസ്രായേൽ മക്കള് അവിടെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ട് അവർ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഓരോ സ്ഥലങ്ങളിലുള്ള അവർ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ദൈവം ഒരുക്കി കൊടുക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞു കൊടുത്ത ഒരു വാഗ്ദത്ത ദേശമുണ്ട്. അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞ് ആ ദേശം ഒറ്റുനോക്കുവാന് മോശയോട് യഹോവ കൽപ്പിക്കുകയാണ്. ആ സമയത്ത് എങ്ങനെയുള്ള ആൾക്കാരെ അയക്കണമെന്നാണ് ഇവിടെ യഹോവ മോശയോട് പറയുന്നത്. 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പ്രഭുക്കന്മാരെ തിരഞ്ഞെടുക്കണമെന്ന് പ്രത്യേകം പറയുന്നു. സാധാരണക്കാരെ ഒന്നുമല്ല, ഗോത്രങ്ങളിൽ നിന്ന് പ്രത്യേക പ്രഭുക്കന്മാരെ, അവർക്ക് യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ നോക്കുവാൻ, മനസ്സിലാക്കുവാൻ ഒക്കെ തിരിച്ചറിയാനൊക്കെയുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് പ്രഭുക്കന്മാരെ തിരഞ്ഞെടുക്കണമെന്ന് തന്നെ പറയുന്നു. അവിടെ മോശയാണെങ്കിൽ 12 പേരെ തിരഞ്ഞെടുത്തു. ആ 12 പേരിൽ 2 പേരാണ് കാലേബും യോശുവയും. യോശുവയുടെ ആദ്യത്തെ പേര് ഹോശേയ എന്നായിരുന്നു. പിന്നീട് യോശുവ എന്ന മോശ പേര് മാറ്റി. അവര് ദേശം ഒറ്റുനോക്കാൻ പോയപ്പോൾ അവര് 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കി കഴിഞ്ഞ് തിരികെ വന്നു. ദേശം ഒറ്റുനോക്കി തിരികെ വന്നപ്പോൾ ഇസ്രായേൽ സഭയുടെയും മോശയുടെയും മുൻപാകെ അവർ നിന്നപ്പോൾ അവര് പോയ ആ ദേശത്തെ പറ്റി വിവരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവർ തിരികെ വന്നപ്പോൾ വെറുങ്കയോടെയല്ല മടങ്ങി വന്നത്, അവിടെ ഉണ്ടായിരുന്ന ഫലങ്ങളും കൊണ്ടാണ് വന്നത്. ആ ദേശത്തിന്റെ ആ സമൃദ്ധി നമ്മൾക്ക് അറിയണമെങ്കിൽ അവർ അവിടുന്ന് ഒരു മുന്തിരി വള്ളി ചെത്തിയെടുത്തു. അതിലൊരു മുന്തിരിക്കൊലയും ഉണ്ടായിരുന്നു. ആ മുന്തിരിക്കൊല എങ്ങനെയുള്ളതായിരുന്നു? അവർ ഒരു കമ്പയില് ആ മുന്തിരിക്കൊല കെട്ടി 2 പേര് തോളത്ത് താങ്ങിയാ വന്നത്. ഈ ഒറ്റയൊരു വാക്ക് മതി ആ ദേശം യഹോവ തന്റെ സ്വന്തം മക്കൾക്ക് വാഗ്ദത്ത ദേശം ഒരുക്കി കൊടുക്കുന്ന, ആ മക്കൾക്ക് ഒരുക്കി കൊടുക്കുന്ന ദേശത്തിന്റെ ആ സമൃദ്ധി, ആ ഒരു മഹത്വം നമ്മൾക്ക് അറിയുവാൻ വേണ്ടി അത് കൊണ്ടുവന്ന് ഇസ്രായേൽ സഭയുടെ മുന്നിൽ നിന്നപ്പോൾ അതിനെപ്പറ്റി വിവരിച്ച് പറയുന്ന 12 ഗോത്ര പ്രഭുക്കന്മാരെയാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് സംഖ്യാപുസ്തകം 13 27 മുതൽ 31 വരെ ഒന്ന് വായിക്കാം. അവർ അവരോട് വിളിച്ചു പറഞ്ഞിരുന്നാൽ, നീ ഞങ്ങളുടെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ.
അതിലെ ഫലങ്ങളിതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലുപ്പവും ഉള്ളവയുമാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യെബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്ത് പാർക്കുന്നു. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. എങ്കിലും ഇതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ ഇവര് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇസ്രായേൽ മക്കളോട് പറയുന്ന ദുർവർത്തമാനം എഴുതിയിരിക്കുന്നത് 13:32 പറയുന്നത്, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാവുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജലമൊക്കെയും അതികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അതായത് ദൈവം തിരഞ്ഞെടുത്ത ആ ഇസ്രായേൽ മക്കള് ദൈവത്തിന്റെ ആ മഹത്വവും ദൈവത്തിന്റെ സ്നേഹവും തങ്ങളുടെ പ്രവാസ ജീവിതത്തില് മരുഭൂ യാത്രയില് ഓരോ നിമിഷവും രുചിച്ചറിഞ്ഞ അവരുടെ നാവിൽ നിന്ന് വീണത് യഹോവ ആഗ്രഹിക്കുന്ന ഒരു വചനമായിരുന്നില്ല. നേരെ മറിച്ച് ഇസ്രായേൽ മക്കളെ ബലപ്പെടുത്തേണ്ടതിന് പകരം അവരെ ഒരു കുറച്ചുകൂടെ വിഷമത്തിലോട്ട് മാറ്റുന്ന ഒരു വചനമായിരുന്നു അവരുടെ നാവിൽ നിന്ന് വീണത്. എന്നാല് നമുക്ക് സംഖ്യാപുസ്തകം 14-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ദേശത്തെ വെച്ച് നോക്കിയവര് നൂന്റെ മകൻ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി. ഇസ്രായേൽ മക്കളുടെ സഭയോട് പറഞ്ഞതെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചു നോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പൊയ്പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവയുള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. അതായത് ഈ 10 പേരും ദേശത്തെ ഒറ്റുനോക്കിയിട്ട് അവർ ഈ ജനങ്ങൾക്ക് മനസ്സ് തകരുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ബാക്കി 2 പേര് അവരുടെ വസ്ത്രം കീറി ആ വലിയവനായ ദൈവത്തെ, അവരെ അതുവരെ നടത്തിയ ആ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആ ജനത്തിനെ ബലപ്പെടുത്തുന്നതാണ് കാണുന്നത്. അവർ പറയുന്നുണ്ട്, ആ ദേശത്തെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്കിരയാവുന്നു. അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്ത് കൊണ്ടുചെന്ന് നമുക്ക് തരും. ഈ യോശുവയും കാലേബിന്റെയും ഈ ഒരു വാക്കില് നമ്മളാണെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. നമ്മുടെ ഓരോ ജീവിത യാത്രയിലും നമ്മളെ ഓരോ നിമിഷവും നടത്തിയ ആ ദൈവത്തെ നമ്മൾ ഏത് രീതിയിൽ ആരുടെ കണ്ണിലാണ് കാണുന്നത്? ഈ 10 പ്രഭുക്കന്മാരുടെ കണ്ണിൽ കൂടിയാണോ, അതോ ഈ യോശുവയുടെയും കാലേബിന്റെയും കണ്ണിൽ കൂടിയാണോ കാണുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ഫലമായിട്ട് എന്താണ് തൊട്ടടുത്ത് നമുക്ക് അവർക്ക് എന്താണ് തൊട്ടടുത്ത ഇതിൽ സംഭവിക്കുന്നത് കാണാം. ഇവിടെ എന്താണ് യഹോവ പറയുന്നുണ്ട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും. ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും. യഹോവയുടെ ആ ഒരു വേദന, ആ ഒരു പ്രയാസമാണ് ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. എത്രത്തോളം ആ ജനത്തെ നടത്തിയിട്ടും എത്രത്തോളം അവരെ ചേർത്ത് നിർത്തിയിട്ടും അവരാണെങ്കിൽ ആ പ്രഭുക്കന്മാർ പറഞ്ഞപ്പോൾ അവർ തളർന്നു പോയി, പിറുപിറുത്തു, ഉറക്കെ കരഞ്ഞു. അപ്പോൾ യഹോവ കൊടുക്കുന്ന മറുപടിയാണ് 14-ാം അധ്യായം 29-30 വാക്യങ്ങളിലൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 14:29-30. അതായത് ഇവിടെ യഹോവയാണെങ്കിൽ പറയുന്നുണ്ട്, എന്റെ എതിരെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം തന്ന ആ ദേശത്തേക്ക് നിങ്ങളെ എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞ് അവിടെ ഒറ്റ നോക്കിയിട്ട് എന്താണ് യഹോവ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളെ തളർത്തുന്ന രീതിയിൽ പറഞ്ഞ ആ 10 ഗോത്ര തലവന്മാരും അവരുടെ എന്താണ് മേലോട്ട് പിറുപിറുത്ത ഒരാൾ പോലും എന്താണ് ആ വാഗ്ദത്ത ദേശമായ കനാലില് കാലുകുത്തുകയില്ല. എന്നാല്
യോശുവയും കാലേബിനെയും പറ്റിയും പറഞ്ഞത് എന്താണ്? 14-ാമത്തെ അധ്യായം 24-ാം വാക്യം. എന്റെ ദാസനായ കാലേബോ അവൻ വേറൊരു സ്വഭാവം ഉള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. അതായത് കാലേബും യോശുവയും പറഞ്ഞ ആ വാക്കുകൾ യഹോവയിൽ പ്രസാദമായിരുന്നു. യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് യഹോവയിൽ ശക്തിപ്പെട്ട് അവർ പറയുമ്പോൾ യഹോവ അവർക്ക് കൊടുത്ത ഒരു വാഗ്ദത്തമുണ്ട്, മറുപടിയുണ്ട്. എന്താ? ആ കനാൻ ദേശത്ത് കാലേബും യോശുവയും എത്തും. അവര് മാത്രമല്ല, അവരുടെ സന്തതിയും അവിടെ എത്തുമെന്നാണ് പറയുന്നത്. പലപ്പോഴും ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ വിചാരിക്കും നമ്മളിൽ കൂടി എന്നെ തീരുമെന്ന്. ഒരിക്കലുമല്ല. നമ്മൾ ദൈവത്തിൽ എത്രയോ ആശ്രയിക്കുന്നു, എത്രത്തോളം നമ്മളെ തന്നെ ദൈവത്തിനോട് സമർപ്പിക്കുന്നു, അത്രത്തോളം നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ ഒരു വാക്യത്തിൽ കൂടി മനസ്സിലാകും. കാലേബിന് വേണമെങ്കിൽ 40-ാമത്തെ വയസ്സിൽ യോശുവയും കാലേബിനെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ 40 വയസ്സേ ഉള്ളായിരുന്നു. തന്നെ യൗവനമായിരുന്നു. ഈ ബാക്കി 10 പേരെയും പോലെ പറയാമായിരുന്നു, അല്ലെങ്കിൽ യഹോവയുടെ മുമ്പിൽ ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് പിന്നീട് എങ്ങനെ വേണമെങ്കിലും പോകാമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും വിശ്വാസത്തിൽ തളർന്നു പോകാതെ ആ കർത്താവിൽ ബലപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കാലേബിനവിടെ കഴിഞ്ഞു. അതാണ് ദൈവം ആ ഒറ്റ ഒരു മറുപടിയിൽ ദൈവം പറയുന്നത്, കാലേബും അവരുടെ പുത്രന്മാരും എവിടെ ചെല്ലും? ഞാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ ദേശത്തിൽ ചെല്ലുമെന്ന് ആര് പറയുന്നുണ്ട്? യഹോവ പറയുന്നുണ്ട്. ഇനി യോശുവ 14-ാം അധ്യായം 10-ാം വാക്യത്തിലോട്ട് നമുക്ക് പോകാം. അവരെ കല്ലെറിയണം എന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യോശുവ 14:10. മതി. അതായത് യഹോവ കാലേബിനോട് പറഞ്ഞ അന്ന് 40 വയസ്സായിരുന്നു. 45 വർഷത്തിന് ശേഷവും എന്താണ്? അന്ന് യഹോവ പറഞ്ഞ ആ നാളത്തെ പോലെ ആരോഗ്യം ആർക്കുണ്ട്? എനിക്കുണ്ട്. എന്നെ അതുപോലെ തന്നെ ആര് വെച്ചിരിക്കുന്നു? യഹോവ വെച്ചിരിക്കുന്നു. ഇനിയും എനിക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ദേശം എനിക്ക് തരിക, എന്നെ അയക്കുക എന്ന് ആര് പറയുന്നുണ്ട്? കാലേബ് പറയുന്നുണ്ട്. നമുക്കിതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാലേബ് തന്റെ ഈ അവസാനത്തെ വാക്യം പറയുന്നുണ്ട്. കാലേബിന് ആ ദേശം കിട്ടി, അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്ത് സ്വസ്ഥത വന്നു. കാലേബ് ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. തന്റെ പ്രവാസ ജീവിതത്തില്, തന്റെ യാത്രയിലുടനീളം നമ്മള് പഴയ നിയമം വായിക്കുകയും മുന്നോട്ടുള്ള പുസ്തകം വായിക്കുമ്പോഴാണ് അനുഭവിച്ച പ്രയാസങ്ങൾ, കഷ്ടതകൾ, യുദ്ധങ്ങൾ, വേദനകളെല്ലാം അവിടെ എല്ലാം എന്തുണ്ടായിരുന്നു? കാലേബ് ദൈവത്തിനോട് വിശ്വസ്തനായിരുന്നു. ആ ദൈവത്തിന്റെ തിരുമുമ്പിൽ ഏറ്റവും ചേർന്ന് നിന്നു. അതുകൊണ്ട് കാലേബ് എവിടെ വന്നു? സ്വസ്ഥതയിലേക്ക് വന്നു. കാലേബിന് വേണമെങ്കിൽ ആ 12 പ്രഭുക്കന്മാരെ പോലെ ആ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് ജീവിക്കായിരുന്നു, അല്ലെങ്കിൽ ആ ദൈവത്തിനെ തള്ളിപ്പറയായിരുന്നു. പക്ഷെ കാലേബിന്റെ മുൻപില് ലോകത്തിന്റെ ചിന്തയും ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ചിന്തയും ഉണ്ടായിരുന്നു. കാലേബ് ദൈവത്തിനോട് പറ്റിച്ചേർന്ന് ജീവിച്ചു. അതുകൊണ്ട് കാലേബിന് എന്ത് വന്നു? സ്വസ്ഥത വന്നു എന്ന് ഇവിടെ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 119-80 വാക്യം വായിക്കുന്നുണ്ട്. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. നാം ലജ്ജിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? നാം അതിന് നമുക്ക് തീത്തോസ് 1-2 അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. മതി. അതായത് നമ്മളാണെങ്കിൽ യഹോവയിൽ ലജ്ജിച്ചു പോകാതെ കാലേബ് സ്വസ്ഥതയിൽ ചെന്ന് തീർന്ന പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കർത്താവിനെ കാണുമ്പോഴോ, അല്ലെങ്കിൽ അന്നേരം എനിക്കൊരു ഇപ്പൊ നമ്മൾ പള്ളിയിൽ വന്നു 2 മണിക്കൂർ പള്ളിയിൽ ഇരുന്നു, ഇനി എനിക്ക് ഒരിക്കലും അങ്ങനല്ല നമ്മൾ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാല്. കാലേബ് 45 വർഷം കാത്തിരുന്നത് പോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? പത്യോപദേശത്തിൽ ജീവിക്കണം. പത്യം എന്ന് പറയാൻ എന്താണെന്ന് നമുക്കറിയാം. നമുക്കൊരു അസുഖം വന്നു, നമ്മൾക്കൊരു രോഗം വന്നു, നമ്മളൊരു മരുന്ന് കഴിക്കുവാണെങ്കിൽ ചില സമയത്ത് ചില പത്യങ്ങൾ കാണും. അതായത് ഇന്നത് കഴിക്കരുത്, ഇന്നത് വർജിക്കണം, ഇന്നത് ഉപേക്ഷിക്കണം. അത് അവര് ഉപേക്ഷിക്കണമെന്ന് നമ്മൾ പറഞ്ഞത് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആ മരുന്ന് കഴിക്കുന്നതിന് നേരെ വിപരീതമായിട്ടായിരിക്കും നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത്. ഇതാണ് ഇവിടെ പത്യോപദേശം എന്ന് പറയുന്നത്. ആ പത്യോപദേശത്തിൽ ജീവിക്കാൻ ആര് പറയുന്നുണ്ട്?
പൗലോസ് തീത്തോസിനോട് പറയുന്നു. അതാണ് നീ ഉപദേശിക്കേണ്ടത്. എന്താണ് പത്യോപദേശം? 2 തീമോത്തിയോസ് 1:13 വാക്യം. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കാം. അതായത് എന്താണ് പൗലോസിൽ നിന്ന് കേട്ടത്? ആ ക്രിസ്തുയേശുവിനെ പറ്റിയുള്ള വചനം. അതായത് കുറച്ചുകൂടി വ്യക്തമാക്കണമെങ്കിൽ 1 തീമോത്തിയോസ് 6:3-4-5 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും കത്തിക്കത്ത് ഉപദേശവും. അതായത് യേശുക്രിസ്തു എന്താണോ ഉപദേശിച്ചത്, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്താണോ പറഞ്ഞത്, അത് അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഒന്ന് പറഞ്ഞു, മറ്റൊന്നല്ല ചെയ്തത്. ആ വചനം എടുത്ത് സ്വയം ജീവിതത്തിൽ കൂടി ഞാൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാലും ഈ ലോകത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് യേശു നമുക്ക് കാണിച്ചു തന്നു. അത് ആ ഉപദേശം പിൻപറ്റി ജീവിക്കണമെന്നാണ് തീത്തോസിനോട് പറയുന്നത്. ആ ഉപദേശമാണ് നീ ആരോട് ഉപദേശിക്കേണ്ടത്? നിന്റെ സഭയിലെ വൃദ്ധന്മാരോടും വൃദ്ധകളോടും ഉപദേശിക്കണമെന്ന് പറയുന്നത്. അത് അനുസരിക്കാതെ, അതിന്റെ ബാക്കിയുള്ള ഉപദേശവും അനുസരിക്കാത്ത, അന്യത ഉപദേശിക്കുന്ന ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. ഇതൊന്നും ഈ പത്യവചനത്തിൽ ജീവിക്കാതെ, ഈ പത്യോപദേശം ക്രിസ്തുവിനെ പിൻപറ്റാതെ, ക്രിസ്തുവിന്റെ വചനത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കാതെ അതിനെ നമ്മളൊരു ആദായമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവരതിനെ എല്ലാം വേറെ രീതിയിൽ വളച്ചൊടിച്ച് അവര് തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ വളച്ചൊടിച്ച് അവര് ജീവിക്കുന്നു. അങ്ങനെയുള്ളവരെ പോലെയല്ല ജീവിക്കേണ്ടത്. നമ്മളാണെങ്കിൽ നമ്മുടെ ഏത് രീതിയിലും നമ്മൾ കാണുന്ന ആൾക്കാരുടെ മുന്നിൽ മാതൃകയോടെ ജീവിക്കണമെന്ന് ആര് പറയുന്നുണ്ട്? ഇവിടെ പൗലോസ് പറയുന്നുണ്ട്. ഈ ലോകത്തില് നമ്മൾ എങ്ങനെ ജീവിക്കണം? തീത്തോസ് 2:7 വിരോധി നമ്മളെ കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ രക്ഷിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തിക്ക് മാതൃകയാക്കാം. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പത്യവചനവും ഉള്ളതായിരിക്കാം. അതായത് തീത്തോസിന്റെ രഹസ്യ ജീവിതമാണെങ്കിലും പരസ്യ ജീവിതമാണെങ്കിലും അവിടെയൊക്കെ എന്തായിരിക്കണം? ഈ പത്യവചനത്തില്, പത്യോപദേശത്തിൽ നീ ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധയുള്ളതായിരിക്കണം. നീ എന്ത് പറയുന്നു അത് തന്നെ നിന്റെ ജീവിതത്തിൽ മറ്റൊരാൾ നോക്കുമ്പോൾ അതിനെ പിൻപറ്റുന്ന ഒരു ജീവിതം നീ നയിക്കണമെന്ന് പൗലോസ് പറയുകയാണ്. അല്ലാതെ ഇപ്പോ ഒന്ന് നിന്ന് പറഞ്ഞു തൊട്ടടുത്ത നിമിഷം ആ ഉപദേശങ്ങളുടെ മുന്നിൽ തന്നെ നമ്മള് വേറെ ഒരു ഇതാണ് അവർ കാണുന്നതെങ്കിൽ എന്താണ്? നമ്മളെ ചോദ്യം ചെയ്യാനും നമ്മളെ ആണെങ്കിൽ ഒരു അനുസരണയോടെ ഉപദേശിച്ചിട്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ള ഒരു മറുവാക്ക് അവരിൽ നിന്ന് വരാതെ വേണം നീ നിന്റെ ജീവിതത്തെ പത്യവചനത്തോട് കൂടി ക്രമീകരിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഉപദേശം കൊടുത്തിട്ട് പ്രവൃത്തി, അതായത് എന്ത് ചെയ്യണം? നമ്മൾ ആ പത്യവചനത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവകൃപയിൽ കൂടുതലായിട്ട് ആശ്രയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. തീത്തോസ് 2:11 പറയുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടെ പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടെ ജീവിച്ചു പോരടിന് നമ്മെ ശിക്ഷിച്ചു പോകുന്നു. ഇതാണ് സകല മനുഷ്യർക്ക് രക്ഷാകരമായ ഒരു ദൈവകൃപ ഉദിച്ചു വരുന്നത്. എന്താണ് ആ രക്ഷാകരമായ ദൈവകൃപ? നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ അതിൽ ലാസ്റ്റിൽ പറയുന്നുണ്ട്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തനങ്ങളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കലിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. വേറെ ഒന്നുമല്ല നമുക്ക് വേണ്ടി കൊടുത്തത്. ആ കാൽവറി ക്രൂശില് തന്റെ ശരീരത്തെ തന്നെ ആ തിരുരക്തത്തെ നമുക്ക് വേണ്ടി തന്നിട്ട് നമുക്ക് എന്താണ്? നമുക്ക് നിത്യരക്ഷ ഒരുക്കി തന്നു. യേശുവിനെ ഒരുക്കി തന്നു. ആ രക്ഷാകരമായ ദൈവകൃപ എന്താണ് നമുക്ക് കിട്ടിയത്? ആ ദൈവകൃപയിൽ ഉറച്ചിരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭാഗ്യകരമായ പ്രത്യാശ നമ്മൾ കാത്തിരിക്കണം. എന്തിന്? യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷ. ഒരിക്കൽ യേശുക്രിസ്തു വരും, ആ തേജസ്സിൽ വരും. ആ തേജസ്സിൽ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകാൻ ഇടയാകാതെ വേണം ഉറപ്പോടെ ധൈര്യത്തോടെ ആ പത്യവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് കർത്താവ് വരുവാണെങ്കിൽ ഇന്ന് ആ കർത്താവിനോട് ചേരുവാൻ, പിന്നീട് വരുത്തുള്ളെങ്കിൽ ആ ജീവിതത്തെ അതുപോലെ ഒരുക്കിക്കൊണ്ട് അനുനിമിഷം നമുക്ക് മുന്നോട്ട് പോകുവാന്, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ വീണു പോകാതെ ഈ ഒന്നിലും
ഭക്തിയോപദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആര് പറയുന്നു? പൗലോസ് തീത്തോസിനോട് പറയുകയാണ്. ഈ ഭാഗ്യകരമായ പ്രത്യാശയില് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ ഒരു ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ, നമുക്കാണെങ്കിൽ ഈ 2-ാം അധ്യായം 2-ൽ പറയുന്ന പോലെ നമ്മൾ വൃദ്ധന്മാരായാലും വൃദ്ധകളായാലും നമ്മൾക്കാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? നമ്മൾ നിർമ്മതരും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായാലും നമ്മളായിരിക്കും. നമ്മളെ ആരും തുച്ഛീകരിക്കാൻ ഒരിക്കലും ഇടയാകത്തില്ല. പക്ഷെ നമ്മൾ ഈ പത്യോപദേശത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ച ആ വചനത്തില് പൗലോസൊക്കെ കാണിച്ചു തന്ന മാതൃകയില് 4 സുവിശേഷത്തിലും യേശുക്രിസ്തുവിനെ പറയുന്നുണ്ട്. അത് 4 നമ്മളത് അനുസരിച്ച് നമ്മൾ ജീവിക്കുവാണെങ്കിൽ മാത്രം എന്താണ്, നമ്മൾ വൃദ്ധന്മാരും വൃദ്ധകളും ആയാലും ഒരിക്കൽ പോലും ഒരിടത്തും നമ്മൾ രചിക്കേണ്ടി വരത്തില്ല. നമ്മൾ ഏറ്റവും ആ ക്രിസ്തുവിനെ നോക്കുന്ന ആ കണ്ണോടെ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ പ്രതിബിംബം നമ്മളിൽ എന്താണ് ജ്വലിക്കണമെന്ന്. അങ്ങനെ ജ്വലിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന പോലെ ഈ ലോകത്തിന്റെ മോഹത്തിന്റെ പുറകെ പോയിട്ട്, ഈ ലോകത്തിലെ ആഗ്രഹത്തിന്റെ പുറകെ പോയിട്ട്, ഈ ലോകത്തിലെ എല്ലാം എനിക്ക് നേടണം, ഒരു 2 മണിക്കൂർ ആഴ്ച 2 മണിക്കൂർ പള്ളി വന്ന് കൂടണം, ഇങ്ങനെയല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ ലോകത്തിന്റെ മോഹത്തിന്റെ പുറകെ പോവുകയാണെങ്കിൽ ഇന്ന് നമ്മൾ എല്ലാ മോഹത്തിന്റെയും പുറകെ പോകും. നാളെ നമുക്കൊരു കഷ്ടത വരുമ്പോൾ ആ നിമിഷം ഓടിപ്പോയി ദൈവത്തിന്റെ തിരുമുമ്പിൽ ഇരുന്നാല് ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന അവിടെ ചിലപ്പോൾ എത്തേണ്ടതുപോലെ അവിടെ എത്തണമെന്നില്ല. അതിന് നമ്മള് എന്നും ആ കർത്താവോട് ക്ലോസ് ടു ഗോഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാല് നമുക്കൊരു ആവശ്യം അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തളർന്നു പോകത്തില്ല. എത്ര പ്രയാസം പ്രതിസന്ധി വന്നാലും നമുക്ക് നടന്നു പോകേണ്ടുന്ന വഴി നമുക്ക് ആ ദൈവം കാണിച്ചു തരും. നമുക്കാണെങ്കിൽ നമ്മുടെ തലമുറകളെ നമ്മൾ ഓർത്തുകൊണ്ട് ഇന്ന് നമ്മൾ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന അവന്റെ തലമുറ 1000 വർഷത്തോളം എന്താണ് ഇരിക്കുമെന്ന്. എന്നാലും ഞാൻ പകയ്ക്കുന്നവരുടെ തലമുറയോ 4 വർഷമേ ആ 4 തലമുറകളെ ഇരിക്കത്തുള്ളൂ. 1000 തലമുറ വേണോ 4 തലമുറ വേണോ എന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം, നമ്മൾ ആലോചിക്കാം. ഇപ്പൊ നമ്മൾ എല്ലാത്തിന്റെയും പുറകെ പോയിട്ട് അവസാനം നമുക്കൊരു പ്രയാസം വരുമ്പോഴല്ല വരേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ എന്താണ് തീത്തോസിനോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ വാർദ്ധക്യമായാലും നമുക്ക് ഈ സുബോധവും ഗൗരവവും വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? മറ്റുള്ളവരെ ഉപദേശിക്കാന്, യൗവനകാർത്തികളായ പുരുഷന്മാരെ സ്ത്രീകളെ ഉപദേശിക്കുവാന് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് കിട്ടും. ആ ഉയരത്തിലുള്ള ജ്ഞാനം എന്തുവാ? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി എവിടുന്നാ വരുന്നത്? നമ്മള് ശലോമോൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തോ ഒന്നുമല്ല വേണ്ടിയത്, ഈ ജനത്തെ നയിപ്പാനുള്ള ജ്ഞാനം എനിക്ക് തരണമെന്ന. ആ ജ്ഞാനത്തിലൂടെ എന്തൊക്കെ കൊടുത്തു? സമ്പത്തും കൊടുത്തു, അവന് എല്ലാ അഭിവൃദ്ധിയും കൊടുത്തു. ആ ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ യഹോവ ഭക്തി വേണം. അതാണ് ഇവിടെ പറയുന്നത്. ഉയരത്തിൽ നിന്നുള്ള ആ ജ്ഞാനം അത് നിനക്ക് വന്നു കഴിഞ്ഞാല് നിനക്ക് ആരെ ഉപദേശിക്കാന്. ഇപ്പം ചുമ്മാ ഒരു 5-6 പേര് നിൽക്കുമ്പോ ഇപ്പൊ നമ്മൾ ചുമ്മാ അങ്ങോട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാകത്തുമില്ല. അവർ പറയും ഇവരെന്തു പോയി പറഞ്ഞിട്ട് പോകുന്നതെന്നും പറഞ്ഞ് അവർ നമ്മളെ തുച്ഛീകരിക്കും. അതേസമയം ദൈവകൃപ നിറഞ്ഞ ഒരാളാണെങ്കിൽ, ദൈവകൃപയിലാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ബഹുമാനവും തോന്നും. പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ വരും, പുള്ളി പറയുന്ന കാര്യമാണ്, എനിക്ക് ഇന്ന് എന്റെ ജീവിതത്തെ മാറ്റണം. അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ നമ്മൾ പത്യോപദേശത്തിൽ തന്നെ ജീവിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. ആരോട്? തീത്തോസിനോട്. ആ പത്യോപദേശം ജീവിതത്തിൽ വന്നാൽ മാത്രമേ നമുക്കൊരാളെ ഉപദേശിക്കാന് യൗവനക്കാരികളെയും യൗവനക്കാരെയും അവർ ഏത് രീതിയിൽ പോകണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആ ജ്ഞാനം യഹോവയായ ദൈവം നമുക്ക് തരത്തുള്ളൂ. ആ ജ്ഞാനം പ്രാപിക്കുവാന് നമുക്ക് ഓരോ നിമിഷവും തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ആ ജ്ഞാനത്തിൽ കാലേബ് വാർദ്ധക്യത്തിലും ഫലപുഷ്ടിയുള്ളവനായി മാറിയതുപോലെ അവന്റെ സന്തതിയുടെ അനുഗ്രഹം കണ്ടതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സമയത്ത് നമ്മൾ എന്തു ചെയ്യണം? ആ ദൈവത്തിന്റെ പത്യോപദേശത്തിൽ ജീവിക്കുന്ന ഒരു തീരുമാനം എടുത്താല് നമ്മുടെ തലമുറകളെ നമ്മളൊന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. യേശുവിച്ചാൽ ഞങ്ങളുടെ തലമുറകളെ നയിക്കുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണേന്ന്. വേറെയൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് വേണമെന്നോ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കണമെന്നോ ഒന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ജ്ഞാനം,
അവരോട് സംസാരിക്കാനുള്ള ജ്ഞാനം. നമ്മൾ പലപ്പോഴും നമ്മൾ പറയും നമ്മുടെ ജൽപ്പനങ്ങളായി പോകാതെ വേണം ദൈവത്തിന് പ്രസാദകരമായിട്ട് നമുക്ക് ജീവിക്കുവാന്, നമുക്ക് പത്യോപദേശത്തിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്തുവാൻ നമ്മൾക്ക് ശ്രമിക്കാം. ആ ശ്രമിക്കുന്നതിലൂടെ കാലേബിനെ പോലെ ഫലഭൂഷ്ടമായ ഒരു വാർദ്ധക്യം ലഭിച്ചതുപോലെ, അവനവന്റെ വാർദ്ധക്യത്തിൽ സ്വസ്ഥതയിൽ പ്രവേശിച്ചതുപോലെ നമുക്കും നമ്മുടെ തലമുറകളെ ഒത്ത് സന്തോഷിക്കുവാന്, തലമുറകളുടെ അനുഗ്രഹം കാണുവാന്, വാർദ്ധക്യത്തിലും ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പത്യോപദേശത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ അവസാനം വരെയും ക്രിസ്തുവിന് വേണ്ടി നല്ല ഓട്ടം ഓടി തീർക്കുവാന്, ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയില് ക്രിസ്തുവിനെ കാണുവാന്, അവിടെ ആ ക്രിസ്തുവിനോട് കൂടെ നമുക്കും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് ക്രിസ്തു വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അന്ത്യന്യായത്തെ സമയത്ത് പല ചോദ്യങ്ങളും ചോദിക്കും, അവിടെയൊക്കെ നമ്മൾ രക്ഷിച്ചു പോകുമെന്ന്. ഞാനൊരു മെസ്സേജിൽ കേട്ടു, നിന്റെ സ്ഥാനത്ത് യേശു കർത്താവ് ഒരു ദിവസം നിന്റെ വീട്ടിൽ വന്നാല് നിന്റെ വീട്ടിലുള്ളവരെ സന്തോഷിക്കുവാണോ സങ്കടപ്പെടുവാണോ ചെയ്യുന്നതെന്ന്. ഞാനിത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ കരഞ്ഞുപോയി. എന്റെ സ്ഥാനത്ത് എന്റെ വീട്ടിൽ യേശു കർത്താവ് വരുവാണെങ്കിൽ സത്യമായിട്ടും ചാച്ചനും പിള്ളേരൊക്കെ വളരെ സന്തോഷിക്കും. അതുപോലെ നിങ്ങളും ഓർക്കണം, എന്റെ വീട്ടിലാണെങ്കിൽ ഇതുപോലെ വരുവാണെങ്കിൽ ഈ മമ്മി ഇത്രയും മാറിപ്പോയോ, ഈ പപ്പ ഇത്രയും മാറിപ്പോയോ എന്ന് പറയുമോ, അതോ അതുവരെയുള്ള രീതിയിൽ തന്നെ അവര് മുന്നോട്ട് പോകുമോന്ന് അത് ഓർത്ത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഞാൻ എങ്ങനെയാകണം എന്റെ വീട്ടിൽ മുന്നിലെന്ന്, അല്ലെങ്കിൽ എന്റെ മക്കളുടെ മുന്നിലെന്ന് യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ആ രീതിയിൽ എന്നെ ആക്കിയെടുക്കണമെന്ന്, ആ ഫലപുഷ്ടമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാന്, ആ ഫലപ്രദമായ വാർദ്ധക്യം നമുക്ക് പ്രാപിക്കുവാൻ ഇപ്പൊ തന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യേശുക്രിസ്തുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. യോശുവ 23:15 പറയുന്ന പോലെ, ഞാനോ എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞതുപോലെ എന്റെ പിതാവിന്റെ ദൈവം, എന്റെ മുൻ തലമുറയുടെ ദൈവം തന്നെ എന്റെ ദൈവമെന്ന് നമ്മുടെ വരും തലമുറകൾ പറയുവാന്, യഹോവയിൽ നിന്ന് മാറിപ്പോകാത്ത, യഹോവയെ മുറുകെ പിടിക്കുന്ന ഓരോ തലമുറകളും കർത്താവ് വരുവാൻ താമസിക്കുവാണെങ്കിൽ കർത്താവിന്റെ വരവോളം നിലനിൽക്കുവാന് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പല കർത്താവിനെ അറിഞ്ഞ സ്നേഹിച്ച് കൂടെ നടന്നവരുടെ ഒക്കെ വരും പിൻതലമുറകളെ പറ്റി കേൾക്കുമ്പോൾ ഒന്നും നമ്മൾ പിന്നെ അവരുണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാത്തൊരു അവസ്ഥ. അങ്ങനെ ആയി പോകാതെ വേണം നമ്മുടെ തലമുറകള് ക്രിസ്തു വരുവോളം ആ ക്രിസ്തുവിനെ അറിഞ്ഞും സ്നേഹിച്ച് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ 1 കൊരിന്ത്യർ 6:2 പറയുന്ന പോലെ, ഇതാവുന്നു സുപ്രധാന ദിവസം, ഇതാവുന്നു രക്ഷാകാലം. ആ കർത്താവ് പറഞ്ഞതുപോലെ ആ കർത്താവിൽ ആശ്രയിക്കുവാൻ, ആ സുപ്രസാദ കാലവും രക്ഷാ ദിവസവും ഒക്കെ കർത്താവെ നമുക്ക് കാണുവാൻ എന്റെ സ്വർഗത്തിൽ അഭിഷേകത്തിലെ ആകട്ടെ എന്ന്